ഹലോ നമസ്കാരം. ഒരു പാവപ്പെട്ട സംഘടനയുടെ ഒരു പോസ്റ്റ് കണ്ടു. വളരെ പാവപ്പെട്ട ഒരു സംഘടനയുടെ പോസ്റ്റാണ്. ആ പോസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടോ? ഇത്ര ഗതികെട്ട ഒരു സംഘടന WCC. ഒന്ന് ആലോചിച്ച് നോക്കണോ അല്ലേ? ഞാൻ ഈ പോസ്റ്റ് കണ്ടിട്ട് കുറേ നേരം ചിരിക്കുകയായിരുന്നു. ഇത്രയും കഷ്ടപ്പാടും ദാരിദ്ര്യമുള്ളൊരു സംഘടന കണ്ടാ പറയില്ല കേട്ടോ ഒരാളെ. പോഷകം കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ കമ്മിറ്റിയിലുള്ള അല്ലെങ്കിൽ ഈ WCCയിലുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാലും കഷ്ടപ്പാടും ദാരിദ്ര്യമുള്ള ഒരാളെന്ന് തോന്നില്ല. ആക്രമിക്കപ്പെട്ട നടിയുടെ തുടർന്നുള്ള കേസിന്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സംഭാവനകൾ സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ സംഘടന ഒന്ന് എടുക്കാൻ നോക്കും. ഈ സംഘടനയിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു തല മുതൽ ഒരു തല നോക്കാം നമ്മൾ. സിനിമ നടിമാർ, പ്രൊഡക്ഷൻ, സിനിമയിലെ A to Z ഭാഗങ്ങളിൽ ഫണ്ട്. സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി തന്നെ കോടിക്കണക്കിന് രൂപട്ട് കളിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന പലരും ചിലവർ അവരുടെ ഭർത്താവാണ്, ചിലവർ ഭാര്യയാണ്, കാമുകനാണ്, കാമുകിയാണ്. ഇങ്ങനെ ഫണ്ടിട്ട് കളിക്കുന്ന മൾട്ടി ബില്യനേഴ്സിൻ്റെ ഒരു ക്ലബ്ബ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. തെരുവിലിറങ്ങി ഒരു ജാഥ പോലും നടത്താൻ മടിക്കുന്നവരാണ്. കാരണം AC-ക്കുള്ളിൽ മാത്രം ഇരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളുകളാണ്. ഈ ദുബായിൽ ഇരുന്നിട്ട് അങ്ങ് ധാരാവി ഭരിക്കുന്നു എന്ന് പറയുന്ന പോലെ അങ്ങ് AC-ക്കുള്ളിലെ റൂമുകളിലിരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ മാത്രം കഥകളും കവിതകളും രാജ്യത്തെ തിരുത്തുവാനും പൊറുപ്പിക്കാനെല്ലാം ശ്രമിക്കുന്ന കുറച്ച് നടികളുടെ സംഘടന, അല്ലെങ്കിൽ സിനിമയിൽ വ്യാപകമായി നിൽക്കുന്നവരുടെ ഒരു സംഘടന. അവരുടെ ഒരു ആഹ്വാനമാണ്, അവരുടെ ഒരു സുഹൃത്തും കൂടെ ഇത്രയും വർഷങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ളൊരു നടിയുടെ കേസ് മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് ആഹ്വാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ സമൂഹത്തോട് പറയുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എനിക്ക് ആ നടിയുടെ കാര്യത്തിൽ ഇപ്പോഴും വിഷമമുണ്ട്. കാരണം ആ നടിയുടെ സുഹൃത്തുക്കളാണ് നിങ്ങളെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു മാസത്തെ വരുമാനത്തിൻ്റെ 1/3 പോട്ടടേ ഒരു 10% കൊടുക്കുകയാണെങ്കിൽ അങ്ങ് സുപ്രീം കോടതിയിൽ 5-6 വർഷം കേസ് നടത്താനുള്ള ഫണ്ട് ഉണ്ടാവും. അതിന് മാത്രം വരുമാനമുള്ളവരാണ് നിങ്ങളൊക്കെ. ഞാൻ നടിയുടെ വരുമാനത്തെ കുറിച്ച് സംസാരിക്കില്ല. കാരണം ഇത് ആഹ്വാനം ചെയ്തിട്ടുള്ളത് നിങ്ങളാണ്. അപ്പം നിങ്ങളുടെ കാര്യമല്ലേ സംസാരിക്കേണ്ടത്. ഇതിലും നല്ലത് നിങ്ങൾക്ക് ആ എറണാകുളം ഏതെങ്കിലും MG റോഡിലോ മറ്റോ ഇരുന്നിട്ട് പാട്ടിൽ അമ്മ തരണേ, അമ്മേ തരണേ എന്ന് പറയാ. നിങ്ങൾ കാശില്ലാത്തവരാണിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. കോടിക്കണക്കിന് രൂപയിട്ട് കളിക്കുന്ന നിങ്ങളെപ്പോലത്തോരൊക്കെ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് ആഹ്വാനം ചെയ്യുമ്പോൾ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ മറ്റ് ഈ മേൽക്കോടതികളിൽ പോകുമ്പോൾ ഇത്തരം രീതികളിൽ ഒരു പിക്ചർ കൊണ്ടുവന്ന് ഈ കേസിന് മറ്റൊരു മുഖമുണ്ടാക്കുവാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. കാരണം അപ്പുറത്ത് ഒരാഴ്ച മുൻപ് നമ്മുടെ ഭാഗ്യം ഇതുപോലെ ഒരു ക്രൗഡ് ഫണ്ടുമായിട്ട് ഒരു ട്രസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. ആ ട്രസ്റ്റിൻ്റെ ജോയിൻറ്റ് വെഞ്ചറാണ് നിങ്ങളൊന്നും അറിയില്ല എനിക്ക്. കാരണം നിങ്ങളെല്ലാം ഒരു പാതയിൽ പോകുന്ന ആൾക്കാരാണ്. കൃത്യമായ ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു നടനെ, ഒരു ആളുകൾ അംഗീകരിക്കുന്ന ഒരു നടനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റു പ്രത്യേക രീതിയിൽ ഈ കേസിനെ കൊണ്ടുപോകാനുള്ള ഒരു തുടക്കമാണ് നിങ്ങളുടെ ഈ ക്രൗഡ് ഫണ്ടിങ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് പൊതുജനങ്ങളുടെ താല്പര്യാർത്ഥമാണ് ഈ കേസ് നടത്തുന്നത് എന്ന് മേൽക്കോടതികളിൽ കാണിക്കുവാനുള്ള ഒരു കുതന്ത്രം ഇതിന് പിന്നിലില്ലേ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? അല്ലാതെ ഫണ്ടില്ലാത്ത ഓരോ വ്യക്തികളൊന്നുമല്ല നിങ്ങൾ. അപ്പോൾ പൊതുജനാർത്ഥം, പൊതുജനങ്ങളുടെ താല്പര്യപ്രകാരം ഇപ്പോഴത്തെ വിധിയിൽ വിശ്വാസവും അല്ലെങ്കിൽ തൃപ്തരല്ലാത്തത് കൊണ്ട് മേൽക്കോടതിയിൽ വന്നു എന്ന് കാണിക്കുവാനുള്ള പൊതുജനത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ നിയമത്തിൻ്റെ മുന്നിൽ പൊടിയിട്ട് കൊണ്ട്
വരുവാനുള്ള ഒരു ഐഡിയ ആണോ എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ നിയമവശങ്ങൾ അറിയില്ലെങ്കിലും സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ സംശയമാണ്. കാരണം ഒരു ജനപ്രിയനായിട്ടുള്ളൊരു നടൻ, ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ 8 വർഷത്തോളം നിങ്ങൾ കീറി മുറിച്ചിട്ടും നിങ്ങൾക്ക് മതിയായിട്ടില്ല. ലക്ഷ്യം അതേ മനുഷ്യനാണ്. അതേ മനുഷ്യൻ വളരെ താഴ്ന്ന രീതിയിൽ നിന്ന് ഉയർന്ന് പറന്ന് പന്തലിച്ച ഒരു മനുഷ്യനെ തകർത്ത് തരിപ്പണമാക്കുക, നിർവീര്യമാക്കുക, അല്ലേ, ഉന്മൂലനം ചെയ്യാന്നുള്ള നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ ക്രൗഡ് ഫണ്ടിങ്ങും അതിൻ പേരിൽ നിങ്ങൾ മുൻപോട്ട് വെക്കുന്ന പൊതുജനാർത്ഥം, പൊതുജനങ്ങളുടെ താല്പര്യപ്രകാരം, അല്ലേ, പൊതുജനങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ഫ്രെയിം കൊണ്ടുവരാനാണോ? എനിക്ക് എൻ്റെ നിയമവശങ്ങൾ ഇപ്പോഴും അറിയില്ല. പക്ഷേ സാധാരണക്കാരായ എൻ്റെ ഉള്ളിൽ വരുന്നൊരു സംശയമാണ്, എന്താണ് നിങ്ങൾ ഇത്തരത്തിലുള്ള നീക്കത്തിന് പിന്നിൽ? എന്തോ ഒന്ന് ഉണ്ട്, ലക്ഷ്യമുണ്ട് നിങ്ങൾക്ക്. അല്ലാതെ അവിടെ ഭാഗ്യം അമ്മായിയുടെ അനന്തരാവകാശികളായിട്ടുള്ള നിങ്ങൾക്ക് അന്തർധാര ഭയങ്കര കേട്ടോ. നിങ്ങളും ഒരേ ലക്ഷ്യമായിട്ട് ഇങ്ങനെ ഇറക്കുന്നു. എത്ര വർഷമായി? ഉളുപ്പില്ലേ നിങ്ങൾക്ക്? ഉളുപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആരുടെ കണ്ണിലാണ് പൊടിയിടാൻ ശ്രമിക്കുന്നത്? ആരെയാണ് വെള്ള പൂശാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ഇൻഡസ്ട്രിയിലുള്ള തർക്കങ്ങൾ, ഒരാളുടെ വിജയം സഹിക്കാൻ പറ്റാത്ത നിങ്ങളുടെ പ്രശ്നങ്ങൾ, അതിന് ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുകയല്ല. മനസ്സിലായോ? ഓടിത്തോൽപ്പിക്കാൻ പറ്റാത്തവന് തൂരിത്തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഈ രീതി മാറ്റണം. WCC അമ്മായിമാർ ഇത്തരം ക്രൗഡ് ഫണ്ടിങ്ങിന് ഇറങ്ങുമ്പോൾ ഇതിലും നല്ലത് ഫണ്ട് കിട്ടാൻ പല മാർഗങ്ങളുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഈ പറഞ്ഞ പോലെ നിങ്ങളാരും കാണുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല, ദരിദ്രനാണെന്ന് തോന്നുന്നില്ല. നല്ല രീതിയിലാണ് നിങ്ങൾ നടക്കുന്നത്. ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫണ്ടിങ് വല്ലാതെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നില്ല. അത് സക്സസ് ആവാൻ സാധ്യതയില്ല. ആളുകൾക്ക് അറിയാം സത്യം എന്താണെന്ന്. നിങ്ങൾ മെഴുകുതിരി കത്തിച്ചത് കൊണ്ടോ, ഒരു റിബണിൽ അവൾക്കൊപ്പം എന്ന് തിരുമ്പി കാണിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന അവളോട് എന്തെങ്കിലും ആത്മാർത്ഥമുണ്ടെങ്കിൽ കയ്യിൽ നിന്നെങ്കിലും കാശിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അല്ലാതെ അവളുടെ മുഖവും അവളുടെ ഫ്രെയിമും അവളുടെ പാസ്റ്റും അവളുടെ വേദനകളും വെച്ച് പിരിക്കുകയല്ല വേണ്ടത്. സമൂഹത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങളല്ല ആ കുട്ടി പ്രതീക്ഷിക്കുക. അല്ലെങ്കിൽ നിങ്ങളിൽ സമൂഹത്തിലുള്ളവർ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്യുകയും ആ കുട്ടിയുടെ വേദനയും ആ കുട്ടി കടന്നു വന്ന സാഹചര്യങ്ങളെല്ലാം വിറ്റ് കാശാക്കലല്ല അമ്മായിമാരെ ചെയ്യേണ്ടത്. കുറച്ചെങ്കിലും മനസാക്ഷി ബാക്കി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ കയ്യിലുള്ള കായെടുത്ത് ചെലവാക്കൂ. ഒരു പാവപ്പെട്ട സ്ത്രീ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണക്കിടയിലുള്ളൊരു സ്ത്രീയുടെ പ്രശ്നത്തിലല്ല നിങ്ങൾ ഇടപെടുന്നത്. അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. എത്രയോ സ്ത്രീകൾ ഇത്തരം വിഷയങ്ങളിൽ പെട്ട് ഇവിടെ കോടതികളിലും കോടതി വരാന്തകളിലും നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ? ആദ്യത്തെ ബലാത്സംഗമാണോ അത്? അല്ലെങ്കിൽ ആദ്യത്തെ പീഡനമാണോ അത്? അല്ലെങ്കിൽ ആദ്യമായി കേരളത്തിൽ നടക്കുന്നതാണോ? ഒന്നുമില്ല. നിങ്ങൾ ആദ്യമായി ഇടപെട്ടൊരു കേസ്, നിങ്ങൾ ആദ്യമായി ഒരു സാധാരണക്കാരനായി വന്ന ഒരു മനുഷ്യനെ, നിരപരാധി ഒരു മനുഷ്യനെ പിടിച്ച് കൊണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റിൽ കൊണ്ടിട്ട് പെടുത്തിയൊരു കേസ്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം കോടതി മനസ്സിലാക്കുകയും അദ്ദേഹത്തിനെ വെറുതെ വിട്ടപ്പോൾ നിങ്ങൾക്കത് സഹിച്ചില്ല. കാരണം നിങ്ങൾക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് അദ്ദേഹത്തോട്. അദ്ദേഹത്തെ തീർക്കുക, ഉന്മൂലനം ചെയ്യുക. ഈ ഇൻഡസ്ട്രിയിലേ കാണാൻ പാടില്ല. അതിനുവേണ്ടി അതിനിരയായി എന്ന് പറയപ്പെടുന്ന കുട്ടി, മറ്റൊരാളാൽ ഇരയായ കുട്ടിയെ ആ കുട്ടിയുടെ വേദന നിങ്ങൾ വിൽക്കുന്നു. അല്ലാതെ ആ കുട്ടിയോട് നിങ്ങൾക്കൊരു സെൻറ്റിമെൻറ്റ്സും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾക്കൊക്കെ ആ കുട്ടിയുടെ കാര്യത്തിൽ വേദനയുണ്ട്. കാരണം ആ കുട്ടി ഇത്തരമൊരു ക്രൈമിൽപ്പെട്ടു. ആ കുട്ടി ക്രൈമിൽപ്പെട്ടു. നിരപരാധിയായ ഒരു മനുഷ്യനെ നിങ്ങൾ ആ ക്രൈമിൽ കൊണ്ടിട്ടു. ഓക്കെ, ആ മനുഷ്യൻ 8 വർഷത്തോളം സമൂഹത്തിൽ വേദനയട്ടിച്ച് നിലയട്ടിച്ച് ഒരു മാനസികമായും എല്ലാ രീതിയിലും നിങ്ങൾ അദ്ദേഹത്തെ തകർത്തു. ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തുള്ള ആ കുട്ടിയുടെ ചിത്രമെടുത്ത് അവരുടെ സെൻറ്റിമെൻറ്റ്സ് വിറ്റ് നാട്ടിൽ നിന്ന് ഫണ്ട് പിരിക്കുക, എന്നിട്ട് മറ്റൊരു ചിത്രത്തിലോട്ട് ഈ കേസിനെ കൊണ്ടുപോവുക. അമ്മായിമാരെ, മനുഷ്യരെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ അമ്മായിമാരെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇവിടുത്തെ മനുഷ്യർക്കൊക്കെ അമ്മായിമാരെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇത് പൂർണ്ണ വിജയം കാണില്ല. നമുക്ക് നോക്കാം. എന്താ, ശരിയല്ലേ?